ഹരിഹരൻ സാറൊക്കെ സ്റ്റേജിൽ ചില ഇംപ്രവൈസേഷൻസ് വരുത്താറാണ്. അതാണ് ശരിക്കുള്ള മനോധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ പാടുന്നതാണ് മനോധർമ്മം. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഹരീഷ് ശ്രീരാഗമൊക്കെ എടുത്ത് ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഉള്ളൊരു ഇംപ്രവൈസേഷൻ നടത്തിയതിന് ശേഷം സ്റ്റേജിൽ കൊണ്ടുവന്നിട്ടത് പ്രസൻറ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോഴും കുറച്ചുകൂടെയൊക്കെ മാറ്റം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ അതിനകത്ത് മുങ്ങുമ്പോൾ സംഭവിക്കുന്ന ചില മനോധർമ്മങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അത് സത്യമാണത്. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പാടി തുടങ്ങിയത് ഗാനമേളയിലാണ്. പ്രോപ്പർ അറേഞ്ച്മെന്റ്, താളം ക്ലിക്ക് ഇട്ടിട്ട് ആക്ച്വൽ ഓർക്കസ്ട്ര ലൈവായിട്ട് വായിക്കും. ആ മീറ്ററിൽ പാടി അങ്ങനെ പാടി തുടങ്ങിയ ആൾ ഞാൻ. ഇതേപോലെ ഞാൻ റിയാലിറ്റി ഷോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഏഷ്യാനെറ്റിൻ്റെ വോയിസ് ഓഫ് ദ വീക്ക് എന്നുള്ള പ്രോഗ്രാം എത്രയോ വർഷം മുമ്പ് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ എനിക്കൊന്ന് ബിജി ചേട്ടൻ കോൺടെസ്റ്റൻ്റ് ആണ്. ആ സമയത്ത് ബിജിവാൽ സാറ്, വിജി ചേട്ടൻ അന്ന് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി വോക്കലിസ്റ്റായിട്ട് പുള്ളി അന്ന് പുള്ളിയുടെ ഒരു ഓൺ കോമ്പൊക്കെ പാടി ഭയങ്കര അന്ന് തന്നെ പുള്ളി ഒരു ലെവലിൽ അന്ന് എത്തിച്ചൊരു സമയത്ത്. അപ്പോൾ ഞാൻ ഇത് പറയാൻ വേണ്ടി ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കറക്റ്റ് ഓർക്കസ്ട്ര സിസ്റ്റത്തിൽ മീറ്ററിൽ താളമിട്ട് ആ ഒരു ചട്ടക്കൂടിൽ പാടിയാണ് ഞാൻ ഈ ശ്രീരാഗമോ ആണെങ്കിലും ഞാൻ പിന്നീട് പാടി പാതിരാ പുള്ളിറന്നു. ഞാനൊരു എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 96 തൊട്ട് 98 കാലഘട്ടത്തിൽ ആ പാട്ട് വന്നതിന് ശേഷം ഒരു മിനിമം 20 വേദി ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ട്. വേളിക്ക് വെളുപ്പാങ്കാലം ഞാനൊരു അറ്റ്ലീസ്റ്റ് ഒരു 15-20 വേദി ഒരു എൻ്റെ ഓർമ്മയിലാണ് 2 കൊല്ലത്തിനകത്ത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴാണ് അത് നിന്നത്. അതേപോലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്, രാത്തിങ്കൾ പൂത്താലി ചാർത്തി, ചന്ദനച്ചോലയിൽ, പാതിരാമഴയിൽ. അപ്പം ഈ പാട്ടുകളൊക്കെ കൃത്യം ഓർക്കസ്ട്രയിൽ പാടിയാണ് ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം ആ പാട്ടുകൾ നമ്മളുടെ ലൈഫിൽ പലതവണ തിരിച്ചു വരുന്നു ആസ് എ ലിസണർ. ആ പാട്ട് നമ്മളിൽ ഭയങ്കരമായ ഒരു വ്യത്യാസങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം കണ്ടിന്യൂസ് ലിസണിങ്ങിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു മൈൻഡ് ഇങ്ങനെ ഓപ്പൺ ആവും ഈ പാട്ട് ഓരോ തവണ കേൾക്കുമ്പോഴും. ആ മൈൻഡ് ഓപ്പൺ ആയതിൽ നിന്ന് നമ്മൾ ചെയ്തു വരുന്ന കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യുന്നതാണ് പിന്നീട് ഒരിക്കലും ലൈവ് പാടുമ്പോൾ ഒരു ഇൻ്റർപ്രിട്ടേഷനായിട്ട് വരുന്നത്. അതും കടന്നിട്ട് എത്തുമ്പോഴാണ് ഈ ഓൺ സ്പോട്ട് ഇംപ്രവൈസേഷൻ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഹരിജി എത്രയോ വർഷത്തിൻ്റെ ആ ഒരു മ്യൂസിക് അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്ത് ഒരു ത്രഷോൾഡ് കടക്കുമ്പോഴാണ് ഈ ഓൺ സ്പോട്ടിലൊരു സംഭവം അത്രയും പ്രിസൈസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പോയിന്റ് എത്തിയാലും കുറച്ചൊക്കെ ഇപ്പോൾ ഓൺ ദ സ്പോട്ട്. മറ്റേത് നമ്മൾ അപ്പോഴും സ്ട്രക്ചറിൽ നിന്ന് അകത്തു നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് ലിബറേറ്റിംഗ് ആണ്. നമ്മൾ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പാട്ട് നമ്മളിൽ മാക്സിമം എത്തി നമ്മളിൽ നിറഞ്ഞ് നമ്മളെ പാട്ടിൻ്റെ ഒരു ഇന്നേറ്റ് ഭാഗമായി കഴിഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു ഭയങ്കര ലിബറേറ്റഡ് ഫീലിംഗ് ആണ്. അതൊരു പെർഫോം ചെയ്യുന്ന പോലെ അല്ലാത്തത് നമുക്കൊരു എക്സ്പ്രഷൻ പോലെ അത് കിട്ടും. ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ആ സന്തോഷമാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഇംപ്രോവ് എന്ന് പോലും ഇപ്പം ഞാൻ അതിനെ ചിന്തിക്കുന്നില്ല. അവിടെ ചെന്ന് പാടുമ്പോൾ കിട്ടുന്ന, ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഈ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി. ഇതൊരു 1000 തവണ കേട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഈ ഹമീർ കല്യാണി, ശുദ്ധാരങ്ങളൊക്കെ ചെറിയൊരു ഫ്ലാറ്റൻഡ് ദൈവതം കർണാട്ടിക് പഠിച്ചവർക്ക്, അപ്പോൾ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി, കോരിത്തരിക്കുകയല്ലേ ആ ചെറിയൊരു ആ ദൈവതം ഫ്ലാറ്റൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമുക്ക് തന്നെ എങ്ങനെ കിട്ടും. അപ്പൊ അതൊരു ഇംപ്രവൈസേഷൻ ഒന്നും അല്ല. അത് അത്രയും തവണ ആ പാട്ട് കേൾക്കുമ്പോൾ ഇതിപ്പോൾ ഏറ്റവും തമാശ, ഇതൊരു അനക്ഡോട്ടായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഞാൻ സ്റ്റാർ സിംഗറിനകത്ത് എനിക്ക് ഒരു അവസരം കിട്ടി ഗസ്റ്റ് ജഡ്ജായിട്ട് പോകും. അപ്പോൾ ചിത്ര ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ചിത്ര ചേച്ചി അറിയാമല്ലോ. ചിത്ര ചേച്ചി ഭയങ്കരമായിട്ടൊരു പാട്ടിനെ അസസ് ചെയ്ത് നോട്ട് ബൈ നോട്ട് അറിയുന്ന ഒരു ആർട്ടിസ്റ്റ്. പുള്ളിക്കാരി പാടിയ 10,000 പാട്ടെടുത്താൽ 10,000 പാട്ടിൻ്റെയും നോട്ട് പ്രൊസിഷൻ, എന്താ പാടിയത്, എവിടെ, എപ്പോൾ, എങ്ങനെ മൂവ്മെൻറ്റ്, എവിടെ ബ്രെത്ത്, അത്രയും വരെ അറിയുന്ന ആ ലെവലിൽ ഡീറ്റെയിൽ ഉണ്ട് ചേച്ചിക്ക്. അതൊരു അമാനുഷികമായ എബിലിറ്റിയാണ്. അപ്പോൾ ചേച്ചി ഇരിക്കും, ഞാനിങ്ങനെ പാടി ഈ സാധനം അറിയാതെ പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ടേക്ക് കൂടെ എടുക്കാൻ പറഞ്ഞു. ഒന്നും കൂടെ ഒരു ചേച്ചിനെ വിളിച്ചിട്ട് ആ ഒരു ക്രൊമാറ്റിക് നേരത്തെ പാടിയത് ഇപ്പം രണ്ടാമത് പാടിയപ്പോൾ ഇല്ലല്ലോ ഹരീഷേ. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ തവണ പാടിയപ്പോൾ ഒരു ക്രൊമാറ്റിക്
പാടിയായിരുന്നല്ലേ. അപ്പം നമുക്ക് ആദ്യം അയ്യോ ചേച്ചിയോടെ ഇരിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വെക്കാറ് അത് ആ സമയത്ത് തന്നെ അവോയ്ഡ് ചെയ്ത് വിടുമായിരുന്നു. അപ്പോൾ നല്ലതായിരുന്നു ഹരീഷ. ഞാൻ ഓർത്ത് രണ്ടാമത്തെ ടേക്ക് എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തിട്ട് അത് ആ ക്രോമാറ്റിക് ഒന്നുകൂടെ ഒന്ന് ചെയ്യും. ഓ അപ്പം ചുമ്മാ അപ്പോൾ പാടിയതാണോ? അപ്പോൾ ചേച്ചി ഞാൻ അപ്പോൾ ശരി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊരു പ്രീമെഡിറ്റേഷനും ഇല്ല, അറിയാതെ അത് കയറി വന്നു. സെക്കൻഡ് ടൈം പാടിയപ്പോൾ കോൺഷ്യസ് ആയി, അപ്പം അതില്ല. അപ്പം വേറെ കുറച്ചും കൂടെ മീറ്ററിലുള്ളൊരു സാധനമാണ് സെക്കൻഡ് പാടിയപ്പോൾ വന്നത്. ഇത് പറയാനുള്ള മെയിൻ കാരണം ഒന്നിനും ഒരു മുൻധാരണയൊന്നുമില്ല. അപ്പോൾ വരുന്നു, അത് കിട്ടുന്നു, കിട്ടിയത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുന്നു, അവർ ഭയങ്കര ഹാപ്പി ആവുന്നു. അപ്പോൾ ആ ഇംപ്രൊവൈസേഷൻ വർക്ക് ചെയ്തു. ചിലപ്പോൾ പാടുന്നു, എനിക്ക് കിട്ടുന്നു, ഓഡിയൻസിന് കിട്ടുന്നില്ല. ചിലപ്പോൾ എനിക്കും കിട്ടുന്നില്ല, ഓഡിയൻസിന് കിട്ടുന്നില്ല. ഓൺ സ്പോട്ട് ഇംപ്രോവ്സ് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചൊക്കെ വരുന്നുണ്ട്, ചെയ്ത് എനിക്ക് മനസ്സന്തോഷം കിട്ടുന്ന പോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് രാത്തിങ്കൾ പൂത്താലി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാത്തിങ്കൾ പൂത്താലി എത്ര കേട്ടാലും, ഹരീഷിനി എത്ര കാലം പാടുമെന്ന് പറഞ്ഞാലും, എത്ര പ്രാവശ്യം പാടിയാലും. ഞാനും പാടിയിട്ടുണ്ട് എത്ര തവണ. അതൊക്കെ ഇതൊന്നും നമ്മളങ്ങനെ ഒരു പാട്ട് എന്നുള്ള ഒരു പോയിന്റിൽ നിന്നൊക്കെ പുറത്തെത്തിയ പാട്ടുകളാണ്. എനിക്ക് തോന്നുന്ന ഒരു ജനറേഷൻ്റെ ഗ്രോയിങ് അപ്പിൻ്റെ ഭാഗവും ജോൺസൺ മാസ്റ്റർ ലെഗസി നമ്മളുടെ മൈൻഡിൽ ഒരു അരക്കിട്ടുറപ്പിക്കുന്ന പോലത്തെ പാട്ടുകളാണ്. ഇതിനൊക്കെ പെർഫോമൻസ് ആയിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് തന്നെ വളരെ സ്റ്റൂപ്പിഡായിരിക്കും. കാരണം ഇതൊന്നും പെർഫോം ചെയ്യുന്ന പാട്ടുകളല്ല, ഇതൊക്കെ ആർട്ടിഫാക്ട്സ് ആണ്. നമ്മൾ രാത്തിങ്കൾ പൂത്താലി ഗിരീഷ് പുത്തഞ്ചേരി സാറ് എഴുതി വെച്ച വരികൾ, ദാസേട്ടൻ പാടിയത്, ജോൺസൺ മാഷ് കമ്പോസ് ചെയ്ത ഒരു ആർട്ടിഫാക്ട്. അത് നമ്മൾ മൊണാലിസ നോക്കി പിന്നെയും വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സൂര്യോദയം നോക്കി നമ്മൾ വീണ്ടും പെയിൻറ്റ് ചെയ്യുന്നത് സൂര്യോദയം അല്ല, അതിൻ്റെ ആ ആർട്ടിഫാക്റ്റിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. അത്രയും മാത്രമേ ആ പാട്ടൊക്കെ ചെയ്യാൻ പറ്റൂ. പാഴിരുൾ വീഴുമീ നാലു കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ, നോവുകൾ മാറാല മൂടും മനസ്സിൻ്റെ മച്ചിലെ ശ്രീദേവിയായി, മംഗലപ്പാലയിൽ മലർക്കുടമായി, മണിനാഗക്കാവിലെ മൺവിളക്കായി, രാത്തിങ്കൾ പൂത്താലി ചാർത്തി, കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി, നാലില്ല കോലായിൽ പൂവേളി പുൽപ്പായിൽ, നവമി നിലാവേ നീ വിരിഞ്ഞു, നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു. രാഗവും കൂടെ ഒന്ന് പറഞ്ഞു തരും. ജോഗ് രാഗം, മോസ്റ്റ്ലി ജോഗ് തിലങ്ക്, രണ്ട് രാഗത്തിൻ്റെ മിക്സ്. ഗമപനി സനി പമഗ പമഗ നീ ഗസ നീ മനി ഗമപസനി പനി സഗമപഗമഗ നീ ഗനി സപനി പഗമഗ നീ സപമഗ. ഇത് എണ്ണിയാലടങ്ങാത്ത മലയാളം പാട്ടുകളുണ്ട്. ഈ പ്രമദവനം വീണ്ടും, വാർമുകിലെ വിണ്ണിലെ പൊയ്കയിൽ വന്നിറങ്ങിയ പൗർണമി, ഒരുപാട് പേരൊന്നും പറയാത്ത ഒരുപാട് മൂടൽ മഞ്ഞിന. വിദ്യാസാഗറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പസിഷനാണ്. വിരൽ തുമ്പു തേടും വീണയായി മാറുമോ, അത് ലൈറ്റ് മ്യൂസിക് ആയിട്ട് ട്രീറ്റ് ചെയ്ത്. അതുപോലെ രവീന്ദ്ര മാഷിന്റെ കേസ് വരുമ്പോൾ അദ്ദേഹം അത് ക്ലാസിക്കലായിട്ട് ചെയ്തു വെച്ചു. മറ്റേ പ്രമദവനത്തിനകത്ത് ഒരു പക്ക സെമി ക്ലാസിക്കൽ സ്ട്രോങ് സംഭവമായിട്ട്, ഒരു ദാൽ തടാകമാണ് എൻ്റെ ഹൃദയം അതിൽ നീ ഒഴുകും രാക്കൂടിൽ, ഇതൊക്കെ ഈ രാഗ ഫാമിലിയിൽ വരുന്നതാ. ശൂന്യവേദികയിൽ കണ്ടു നിന്നിഴൽ ചന്തം, പറയാൻ മറന്ന പരിഭവങ്ങൾ. അത് മറ്റേ എക്സ്ട്രീം, ഒരു ഭയങ്കര ഗസൽ ഹിന്ദുസ്ഥാനി ആ ഒരു മുഴ. ശ്രുതിയമ്മാലയമച്ചൻ മകളുടെ പേരോ
സംഗീതം. ശ്രാവൺ ഗംഗ ആക്ച്വലി എണ്ണി എടുക്കണ്ട, അത്രയധികം പാട്ടുകളാണ് ഈ ഒരു സോണിൽ. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ജോൺസൺ മാഷിന്റെ പാട്ട് ഒരു ആർട്ടിഫാക്റ്റ് ആയിട്ട് വേറെ ഇങ്ങനെ നിലനിൽക്കും.